കിടിലം പടം, എല്ലാരും തൂക്കി. കോമഡീസ് എല്ലാം പക്ക വർക്കൗട്ടായി. കുഴപ്പമില്ല, പക്ഷെ സെക്കൻഡ് ഹാഫ് ആണ് കുറച്ചുകൂടെ കിടിലം. ആക്ഷൻസ് കൊള്ളാം. ഓവറോൾ ആരാ തൂക്കിയ? ടോബിനാണോ ബേസിലാണോ തൂക്കി? രണ്ടുപേരും തൂക്കി. ഇൻട്രോയില് ടോവിനെയും ക്ലൈമാക്സ് ബേസിലും തൂക്കി. നന്നായിരുന്നു. ക്ലൈമാക്സ് ഇമോഷൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇമോഷൻസ് ഒക്കെ കൺവേ ചെയ്തിട്ടുണ്ട്. ബേസിൽ നന്നായി പറഞ്ഞു, പിന്നെ ടോവിനോ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ക ആക്ഷൻ ആണോ അതോ ആക്ഷൻ അല്ല, കോമഡി ഇമോഷൻസ് എല്ലാം വരുന്നുണ്ട്. നല്ലൊരു മൂവി ആയിരുന്നു ബ്രോ, ഇഷ്ടപ്പെട്ടു. ടോവിനോ ആണെങ്കിലും ബാക്കി പെർഫോമൻസ് ആണെങ്കിലും എല്ലാം അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. ഒരു ക്യാമ്പസ് വൈബ് എനർജറ്റിക് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്നത്. ഫൺ ഫാമിലി എന്റർടൈൻമെന്റ് ഫണ്ണ് തന്നെയല്ല, കുറച്ച് ഇമോഷൻസ് തുടക്കത്തിൽ തന്നെ ഒരു സീൻ കാണി, അത് നമ്മൾ അത് പടത്തിലോട്ട് നമ്മൾ ഇന്നാക്കുന്നുണ്ട്. സോ അടിപൊളി. എന്തോ ആക്ഷൻ സീനൊക്കെ സെറ്റ് ആയിരുന്നു, കൊള്ളായിരുന്നു. ഹ്യൂമറും ഇമോഷൻസും എല്ലാം സെറ്റ് ആക്കി. അടിപൊളി പടം, ഡബിൾ ബ്ലോക്ക് ബസ്റ്റർ. ബ്രോ 2.5 പക്ക എന്റർടൈൻമെന്റ് ആണ്. സെക്കൻഡ് ഹാഫ് അടിപൊളി, എല്ലാം അടിപൊളി. ഫസ്റ്റ് ഹാഫ് ഫുൾ ഇമോഷൻസ് ആണോ? ഇല്ലില്ല, ഒരു കോമഡി എന്റർടൈനർ, അടിപൊളി പടം. അപ്പൊ ആക്ഷൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാം അടിപൊളി. ടോവിനോയുടെ വില്ലൻ ക്യാരക്ടർ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പക്കായിരുന്നു. അടിപൊളി. ഭയങ്കര നല്ല മൂവിയാണ്. ശരിക്കും ഭയങ്കര കരയിപ്പിക്കുക എല്ലാം ഉള്ള മൂവിയാണ്. പക്ക ഫുൾ ആക്ഷൻ പാക്ഡ് മൂവി അല്ലേ? ആക്ഷൻ പാക്ഡും ആണ്, ഒരു സെന്റിമെന്റൽ ആണ്, ക്യാമ്പസ് ആണ്, എല്ലാം ഉണ്ട്. പക്ക അപ്പം എന്റർടൈൻമെന്റ് ആണ്. പടമാണ്, ഒരു ക്യാമ്പസ് വൈബ് ഉള്ള ഒരു പടമാണ്. ഒരു നമ്മുടെ ആവേശത്തിന്റെ അത്രയൊന്നും ഇല്ലെങ്കിലും ആ ഒരു സ്റ്റൈലൊരു പടമാണ്. പക്ക ആക്ഷൻ പാക്ഡ് ആണ്. അപ്പൊ ആക്ഷൻ പാക്ഡ് അല്ല, ആക്ഷൻ പാക്ഡ് കൂടുതലായിട്ടൊന്നും പ്രതീക്ഷിച്ചില്ല. കൂടുതൽ ഫണ്ണാണ്. പിന്നെ കൊള്ളാം. എനിക്ക് ടോവിനെയാണ് ഇഷ്ടപ്പെട്ടത്. ടോവിനോയുടെ വില്ലൻ ക്യാരക്ടർ പക്കയാണ്. ക്യാരക്ടർ പക്കയാണ്. പക്ഷെ ഇനി ഇതുപോലെ വീണ്ടും ചെയ്യാൻ നിന്നാൽ ടോവിനോയുടെ സ്റ്റാർട്ടം പോയി പോകും. അത് ചെയ്യാൻ പാടില്ലെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ടോവിനോ ഒക്കെ പൊളിച്ചടിക്കോ? പക്ക ഒരു ഫൺ എന്റർടൈൻമെന്റ് ആണോ? കുഴപ്പമില്ല, എൻജോയ് ചെയ്യാൻ പറ്റും. ആദ്യം കുറച്ച് ഇതുണ്ടെന്നേ ഉള്ളൂ, പിന്നെ സെക്കൻഡ് ഹാഫിലോട്ടാകുമ്പോൾ നൈസ്. ഫസ്റ്റ് ഹാഫ് ഫുൾ എമോഷൻസ് ആണോ? അങ്ങനെ കുറച്ച് അധികം ഇല്ല, എന്നാലും ഉണ്ട് ഒരു പക്ക ഒരു എന്റർടൈൻമെന്റ് മൂഡ് പടമാണ്. ലാസ്റ്റിലോട്ട് വരുമ്പോ അങ്ങനെ ആയി വരും. പിന്നെ ഇമോഷൻസ് ആവും. കുഴപ്പമില്ല. പക്ക ഒരു ഫൺ എന്റർടൈൻമെന്റ് ആണോ? അതെ. ആക്ഷൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആക്ഷൻ കൊള്ളാം. ടോവിനോ നന്നായിട്ടുണ്ട്. പക്ക ഒരു കോളേജ് ഫെസ്റ്റ് മൂവിയാണോ? അതെ. ആക്ഷനും ഉണ്ട്, ക്യാമ്പസ് മൂവിയാണ്, നല്ല മൂവി. ഒരു ക്യാമ്പസ് ഫെസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറിയാണോ? അതെ. വിനീത് ശ്രീനിവാസനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വിനീത് നല്ല, ടോവിനോ വില്ലൻ ക്യാരക്ടർ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരിക്കുന്നു, എല്ലാരും നല്ലായിരിക്കുന്നു. ചിരിക്കാനുള്ള സിനിമയാണ്. ബ്രോ പടം വൈസ് നോക്കുമ്പോഴത്തേക്ക് ഒരു ഭയങ്കരമായ സംഭവം എന്ന് പറയാമല്ലോ. പക്ഷേ ഇവരെ പെർഫോമൻസ് വൈസ് നോക്കുമ്പോഴത്തേക്കും ഓക്കെയാണ്. അത് ബോറിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. ഫസ്റ്റ് ഹാഫ് ഒരു ഭയങ്കര ലെവലിൽ കൊണ്ട് നിർത്തി. ടോവിനോ ഒരു എൻട്രിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫസ്റ്റ് ഹാഫ് കത്തിച്ച് നിർത്തിയിട്ട് സെക്കൻഡ് ഹാഫ് വന്നപ്പോഴത്തേക്ക് ഭയങ്കരമായ വില്ലനെ കൊണ്ട് ഒരു പൂക്കി വില്ലൻ എന്താണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇപ്പോഴത്തെ ടൈപ്പ് പിള്ളേരെ ഭാഷ ഒരു പൂക്കി വില്ലൻ പോലെയൊക്കെയാണ് ഫീൽ ചെയ്തത്. കോമഡിയും കാര്യങ്ങളെല്ലാം പക്കയായിട്ട് വർക്കാറുണ്ട്. പക്ഷേ പടം ഹൈ ലെവലൊന്നുമില്ല, ഒരു ആവറേജ് നമ്മൾ കണ്ട് പറക്കാൻ പറ്റിയ ഒരു നോർമൽ ക്യാമ്പസ് പടം, അത്രേ ഉള്ളൂ. ക്ലൈമാക്സ് കാര്യങ്ങളൊക്കെ ഒരു ഫീൽ ഗുഡ്, വിനീത് ശ്രീനിവാസന്റെ ബേസിൽ നോർമൽ പടം പോലെ ഒരു ഫീൽ ഗുഡ് പാട്ടുകൾ കൊണ്ട് മനസ്സ് നിറപ്പിച്ച രീതിയിലാണ് തോന്നിയത്. അതേ പറ പടം മോശമാണെന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. പടം ഹൈ ലെവലൊന്നുമല്ല, പക്ഷെ കണ്ട് മറക്കാൻ പറ്റിയ ഓരോ കാര്യങ്ങളൊന്നും അടിക്കാൻ പറ്റിയ ഒരു എന്റർടൈൻമെന്റ് പടം, അത്രേ ഉള്ളൂ. ഒരു ആവറേജ് അനുഭവമായിരുന്നു. പക്ക ഒരു ഫെസ്റ്റിവൽ മൂഡ് സിനിമയല്ലേ? ഫെസ്റ്റിവൽ മൂഡ് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്റർടൈനർ ആക്കാനായിട്ട് അവർ നോക്കിയിട്ടുണ്ട്. ബട്ട് ദാറ്റ് ഡിഡ്ന്റ് വർക്ക് ഫോർ മീ ആക്ച്വലി. മേ ബി ഫോർ അതർ പീപ്പിൾ ഇറ്റ് വർക്ക്. കോമഡീസ് ഒന്നും വർക്ക്ഔട്ട് ആയില്ല. കോമഡീസ് there were some comedies, 1-2 കോമഡീസ് ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. ബട്ട് ആസ് യൂഷ്വൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു ഫെസ്റ്റ് നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തീമാണ്. നന്നായി ചെയ്തിട്ടുണ്ട്. ബേസിലെ ടോവിനോ, വിനീത് ശ്രീനിവാസൻ, ഷാൻ റഹ്മാൻ എല്ലാവരും നല്ല ക്യാരക്ടറായിരുന്നു, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്.